ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന നമുക്ക് എന്തുകൊണ്ട് വീഡിയോ പ്രോഡക്റ്റ് റിവ്യൂ എടുത്തുകൂടാ? വി ക്യാൻ. കാരണം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കുറേ പേരിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആണെങ്കിലോ. ഞാനിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളൊന്നല്ല. അത്യാവശ്യം വരുമ്പോൾ മാത്രം സാധനം വാങ്ങിക്കും. പിന്നെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കും. നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകതയല്ലേ ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ പോയിട്ട് സാധനം വാങ്ങിക്കൽ അല്ലേ? അപ്പോൾ മീഷോയിൽ മഹാ സെയില്, ദുർഗാ സെയില്, അങ്ങനെ പല സെയിൽസും ഉണ്ടായപ്പോൾ ആഹാ ഞാൻ കണ്ണും പൂട്ടി പോയിട്ട് നോക്കിയിട്ട് കുറേ ചെറിയ പൈസേൻ്റെ സാധനങ്ങൾ മേടിച്ചു. അതാണ് ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ ഇത് ഞാൻ ടാഗ് പ്രോഡക്റ്റിൽ കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഉണ്ടെങ്കിൽ കൊടുക്കേ. അങ്ങനെ അടുത്ത കുർത്ത ഇതായിരുന്നു. അടുത്ത കുർത്ത ഇതും അടിപൊളിയായിരുന്നു. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ? ഡിഡ് യു ലൈക്ക് ഇറ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ട്. എന്തായാലും കംഫർട്ടബിളാണ്. നമുക്ക് ഈ ഒരു ഡ്രസ്സെല്ലാം ഇടുമ്പോഴത്തേക്കും നല്ല എന്താണ് ക്ലോത്ത് നല്ലൊരു സുഖമുള്ള ക്ലോത്താണ്. പിന്നെ കളറൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഞാൻ അലക്കി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കളർ പോയോ ഇല്ലയോ. ഞാൻ എന്തായാലും പറയുമല്ലോ കളർ പോയിട്ടില്ല. അതുകൊണ്ട് ഇതും സംഭവം അടിപൊളിയായിരുന്നു. എല്ലാം 350 രൂപക്ക് ഉള്ളിലുള്ള സാധനങ്ങളാണ്. 200, 250 ആ ഒരു റേഞ്ച്. പിന്നെ ഈ ഒരു ടോപ്പ് ഇത് വെറും ഒരു ടോപ്പല്ല. ദിസ് ഇസ് നോട്ട് സാധാരണ ടോപ്പ്. യുനോ സ്റ്റുഡിയോന്നെല്ലാം കുറേ ആൾക്കാർ ഒരുമിച്ച് വാങ്ങിക്കുന്നില്ലേ, അതുപോലെ മീഷോന്ന് കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ കുറേ ആൾക്കാർ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. അന്നേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ മീഷോയിൽ കണ്ട ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട ഈ ഒരു സാധനം ഞാൻ വാങ്ങി. ഒരു പൈപ്പ് പോലെയില്ല. 145 രൂപയാണെങ്കിലും 130 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കിറിഞ്ഞിട്ട് സൗണ്ട് വരും. നമുക്കത് ഇങ്ങനെ ചെറുതാക്കാം, വലുതാക്കാം. നല്ല രസമുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. സംഭവം കൊള്ളാം. കളിക്കാനും പിടിക്കാനും എല്ലാം നല്ല രസമുണ്ട്. പല ഷേപ്പിലാക്കാം. പാമ്പിനെ പോലെ ആക്കാം, പൂച്ചേനെ പോലെ ആക്കാം. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇറ്റ് കനോട്ട് ബി ഡൺ. നമുക്ക് പൂച്ചേനെ പോലെ ആക്കാൻ പറ്റില്ല. പാമ്പിനെ പോലെ ആക്കാം, വളച്ചും കൊണ്ടുപോകാം. ഇതുപോലെ നീളത്തിലാക്കാം. ഇങ്ങനെയുള്ള ടോയ്സിന് നല്ലതാണ്. സ്ഥലം അങ്ങ് പോവില്ല, നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് പണ്ട് നമ്മൾ ദുബായിൽ നിന്ന് കുറേ ആൾക്കാർ വരുമ്പം ഇതുപോലെയുള്ള പെട്ടിയിൽ ഇതുപോലെയുള്ള ക്രയോൺസും കളർ പെൻസിലും പിന്നെ സ്കെച്ചും എല്ലാം ഒരുമിച്ചുള്ള കൊണ്ടുവരലുണ്ട്. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആരെല്ലോ എടുത്തിട്ട് നമ്മളെ സ്കൂളിലെല്ലാം വന്നിട്ട്. അപ്പം നമുക്കതൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം 120 രൂപക്കങ്ങാറ്റൻ ഇത് മീഷോയിൽ കണ്ടിട്ട് ഞാനങ്ങ് വാങ്ങി. പിള്ളേർക്ക് ഇഷ്ടാവും ചെയ്തു. പിന്നെ ഈ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും. കോളേജിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം. പല ഡിസൈനും വരുന്ന പെന്ന്, ഓരോന്നിനും ഓരോ ഡിസൈനാണ്. പൂവുണ്ട്, ഹാർട്ട് ഉണ്ട്, പിന്നെ സ്റ്റാർ ഉണ്ട്, പിന്നെ വരയുണ്ട്, പിന്നെ ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതാണ് അത്. പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു 10-20 സാധനം ഒറ്റ വീഡിയോയിൽ അൺബോക്സ് ചെയ്യണമെന്ന്. അത്രയും അതിനൊന്നും അറിയില്ല. ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബാഗ് പോലെയുള്ള ഒരു കമ്മൽ. കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. നമുക്ക് നമ്മളെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ ഏച്ചിമാരെ മക്കളോ അവരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ വലിയ ആൾക്കാർ ഇടുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെയുള്ള കമ്മൽ കുഞ്ഞു മക്കൾ ഇടുമ്പോൾ നല്ല രസമുണ്ടാവും. ഹാൻഡ് ബാഗ് പോലെയുള്ള 2 കമ്മൽ സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആരും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ. ഡിഡ്ന്റ് ലൈക്ക്, മേ ബി അങ്ങനെയായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തത് ഞാനൊരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിനി. സ്റ്റാർബക്സിൻ്റെ കുപ്പി പോലെയുള്ള ഇതുപോലെയുള്ള ഒരു കീ ചെയിൻ. നല്ല വെയിറ്റിൻ്റെ സംഭവം കേട്ടോ. നല്ല കട്ടിയുണ്ട്. റബ്ബർ കട്ട പോലെയുള്ള കട്ടയായിരുന്നു അത്. സംഭവം അടിപൊളിയാണ്. കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കുണ്ട്. അപ്പോൾ ഒരു മിനിയേച്ചർ സ്റ്റാർബക്സ് എൻ്റെ കൈമിൽ കിട്ടിയെന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ 2-3 കളറങ്ങാനുണ്ടായിനി. ഇത് ഈ സാധനങ്ങളിലുള്ള ഞാൻ ടാഗ് പ്രോഡക്റ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മീഷോയിൽ കയറിയിട്ട് ഈ ഒരു പേരെന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. സ്റ്റാർബക്സിൻ്റെ കീ ചെയിൻ എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണാം. പിന്നെ ഞാൻ ഇത് കാണാൻ വെച്ചപ്പോഴത്തേക്കും മേശക്ക് പൊടി വന്നതുപോലെ അതാണ് ഞാൻ തുടച്ചത്. അപ്പോൾ അടുത്ത സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കീ ചെയിൻ തന്നെയാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാമറയുണ്ട്. അടിപൊളി. ദിസ് ഇസ് ലുക്കിങ് സൂപ്പർ. എനിക്കങ്ങനെ തോന്നി. സൂപ്പറായിട്ടുള്ള കുറേ കീ ചെയിൻ കണ്ടപ്പോൾ വാങ്ങണം തോന്നി. അങ്ങനെയാണിത് വാങ്ങിയത്. ഒപ്പനായിരുന്നു ഒരു 4 എണ്ണം. നല്ല കളറ്, നല്ല ഭംഗിയുള്ള 4 കീ ചെയിൻ. അത് കാണാൻ കൊള്ളാം. ഇത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു 5 മിനിറ്റ് എൻ്റെ കൈമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈമിലൊന്നുമില്ല. ഒറ്റൊന്ന് മാത്രം ബാക്കിയാണ് 2 എൻ്റെ പിള്ളേർ 3 എൻ്റെ പിള്ളേർ എടുത്തുകൊണ്ട് പോയി ഓടി. സ്കൂട്ടിക്കെല്ലാം എടുക്കാൻ പറ്റിയ കിച്ചൺ, അല്ലെങ്കിൽ നമ്മളെ ഷെൽഫ്, നമ്മളെ ഡ്രസ്സ് ഇട്ട് വെക്കുന്ന സാധനം, ഡ്രസ്സ് വെക്കുന്ന ഷെൽഫ്, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറി വെക്കുന്ന ഷെൽഫ്, ഇതിനെല്ലാം പറ്റും. അല്ലെങ്കിൽ മക്കൾ വെക്കുന്ന സ്റ്റേഷനറിയെല്ലാം വെക്കുന്ന ഷെൽഫെല്ലാം ഉണ്ടെങ്കിൽ അതിനും പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു സാധാരണ സ്റ്റിൽസ് എടുക്കുന്ന ക്യാമറയുടെ ആ ലുക്കുണ്ട്. പക്ഷേങ്കിൽ ക്യൂട്ടാണ്, അതായത് കളർഫുള്ളാണ്. ക്യാമറയുടെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പും സ്ട്രക്ചറിലും ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെയല്ല കാണാൻ ക്യൂട്ടായിട്ട് മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു കീ ചെയിൻ. പിന്നെ കീ ചെയിൻ കളക്ഷൻ ചില ആൾക്കാർക്ക് ഉണ്ടാവും.
എൻ്റെ അറിവിൽ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് കീ ചെയിൻ കളക്ഷൻ, അതുപോലെയുള്ളവർക്കും അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു മാജിക് ബുക്കാണ്. മാജിക്കൊന്നും വരില്ല, മാജിക് കനോട്ട് ബി ക്രിയേറ്റഡ്, പക്ഷേങ്കിൽ ഇതൊരു മാജിക് ബുക്കാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു പെന്നും നിറയെ റീഫില്ലറും ഉണ്ട്. മാജിക് ബുക്ക് എന്നതിൻ്റെ പേര് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് മാഞ്ഞു പോകും. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കൂടി എഴുതാം. അതുകൊണ്ടാണ് മാജിക് ബുക്ക് പറയുന്നത്. നമ്പേഴ്സിൻ്റെ ഉണ്ട്, ലെറ്ററിൻ്റെ ഉണ്ട്, പിന്നെ ചിത്രം വരക്കേണ്ടതുണ്ട്, അങ്ങനെ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ എഡിഷൻ സബ്ട്രാക്ഷനിലുള്ളതുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പം ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. എൻ്റെ മോനിപ്പോൾ ഒരു 4 വയസ്സ് കഴിഞ്ഞു. മോനെല്ലാം നല്ല ഉപയോഗിക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, മോന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇതുപോലത്തെ ഒരു മാജിക് ബുക്ക് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലെ കുറേ എണ്ണം നമ്പറും മൈനസും പ്ലസും ലെറ്റർ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചിത്രങ്ങളായിരുന്നു. അത് ഞാൻ റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ടായിനി. ഇതും കൊള്ളാം അതും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ ഈ പെന്നിൻ്റെ കൂടെ കുറേ റീഫില്ലർ കിട്ടീനി. നമുക്ക് ഈ പെന്നിൻ്റെ മഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഇവിടെ അടിപിടിയായിരുന്നേ പെന്നിന് വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരാൾക്ക് റീഫില്ലറും കൊടുത്തു, റീഫില്ലറും കൊടുത്തു, ഒരാൾക്ക് പെന്നും കൊടുത്തു. അങ്ങനെയാണ് ആശ്വാസമായിട്ട് നിന്നത്. അപ്പം ഞാൻ ഇതിങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഈ ഫോണിലൂടെ കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പെട്ടെന്ന് മാഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് മാഞ്ഞു പോകും. പിന്നെ നമുക്ക് വീണ്ടും വരക്കാം. സംഭവം എന്തായാലും മാജിക്കലായിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ്. കൊള്ളാം. മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നൊരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു ഒരു പെറ്റ് വേണമെന്ന്. അങ്ങനെ ഒരു പെട്ടിയിലൊരു പൂച്ചക്കുട്ടീനെ വാങ്ങി. പൂച്ചക്കുട്ടി സ്ലീപ്പിംഗ്, ഉറങ്ങുകയാണ്. പൂച്ചക്കുട്ടി അങ്ങനെ എണീറ്റ് ഓടുന്നില്ല. ഈ പൂച്ചക്കുട്ടി ഒച്ചയാക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ കമൻറ്റിൽ വന്നു ഒച്ചയാക്കും പൂച്ചക്കുട്ടിന്ന്. അങ്ങനെയാണ് മനസ്സിലായത്. എൻ്റെ വയറിന് പിടിച്ച് ഞെക്കി അത് ക്യാവും ക്യാവും ഒച്ചയാക്കുന്നുണ്ട്. പിന്നെ പൂച്ചക്കുട്ടി നമ്മളെ സുന്ദരി ഉറങ്ങില്ലേ ഇന്ന്. അപ്പോൾ കരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ വയറിന് പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ കരിയുന്നുണ്ടായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ മോൻ ഇത് പുറത്തെടുത്തപ്പോൾ മുതൽ ചോദിക്കുന്നുണ്ട് അമ്മ താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിനെ കൊടുത്തു. പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടില്ല. അതിനെ പിടിച്ചിട്ട് ഒരുമിച്ച് പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് റബ്ബർ കട്ടയാണ്. ഒരു 100 റബ്ബർ കട്ട ഒരുമിച്ചിട്ട്. പണ്ട് കുപ്പിയിലിട്ട് വെക്കുന്ന റബ്ബർ കട്ടകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 50 പൈസക്ക് 1 റുപ്യക്ക് നമുക്ക് ഇതുപോലെയുള്ള റബ്ബർ കട്ടകൾ കിട്ടുമായിരുന്നു. അപ്പോൾ മീശോയിൽ നോക്കിയപ്പോഴത്തേക്കും 85 റുപ്യക്ക് റബ്ബർ കട്ട ഇതുപോലെയുണ്ട്. 85 80 എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റബ്ബർ കട്ട ഉണ്ടായിരുന്നു. അടിപൊളിയല്ലേ? 100 എണ്ണം. പക്ഷേ എന്തിനാ, ഒരു കടയുണ്ടെങ്കിൽ ആ കടയിൽ കുപ്പിയിലിട്ട് വെച്ചാൽ 1 റുപ്യക്ക് നമുക്ക് വിൽക്കാം. അല്ലാണ്ട് വീട്ടിലേക്ക് 100 റബ്ബർ കട്ടേൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും വാങ്ങിക്കാൻ വെച്ചു. ഇതിൻ്റെ സ്മെല്ല് എന്തോ പോലെയായിരുന്നു. ഞാൻ നാറ്റെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയരുത്. പക്ഷേ നമ്മൾ കണ്ണൂർ നാറ്റെന്നല്ലേ പറയാ, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. പല ഷേപ്പും ഉണ്ട്. BTSൻ്റെ ആ ഒരു ഷേപ്പെല്ലാം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിനി കണ്ടേരെ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച്. പിന്നെ താറാവ്, മുയൽ, പിന്നെ മീൻ, പിന്നെ ഹാർട്ട്, അങ്ങനെ പല ഷേപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ എല്ലാം ഇഷ്ടമായി, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ടാഗിൽ നോക്കിയാൽ മതി, പ്രോഡക്റ്റ് കൊടുക്കാം.